ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങളാണ്. അപ്പോൾ ആ INC സമ്മേളനങ്ങളിലെ അധ്യക്ഷത വഹിച്ച ആൾക്കാരെയൊക്കെയാണ് നമ്മളിന്ന് പഠിക്കുന്നത്. PSC മിക്കവാറും എക്സാംസിന് ചോദിക്കുന്നതാണ് INC സമ്മേളനങ്ങൾ. പ്രധാനപ്പെട്ട INC സമ്മേളനങ്ങളും അവരുടെ അധ്യക്ഷതയും പഠിച്ചു വയ്ക്കുന്നത് നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. 1885 മുതൽ 1947 വരെ നടന്ന INC സമ്മേളനങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. അപ്പോൾ 1885 നമുക്കറിയാലോ, 1885 നമ്മുടെ INC രൂപവൽക്കരിക്കുന്നത്. നോക്കാം. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്നാണെന്നാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ സമ്മേളനം നടന്നത് എന്ന് 1885 ഡിസംബർ 28 മുതൽ 30 വരെയായിരുന്നു. ബോംബെയിൽ വെച്ചായിരുന്നു INC സമ്മേളനം ആദ്യമായിട്ട് നടക്കുന്നത്. ഇവിടെ വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാപിതമായി. ഉമേഷ് ചന്ദ്ര ബാനർജി അല്ലെങ്കിൽ നമുക്ക് ചുരുക്കി എന്ത് പറയാം, WC ബാനർജി ആയിരുന്നു ആദ്യത്തെ അധ്യക്ഷൻ. അപ്പോൾ ഫസ്റ്റ് അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. എന്നാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്? 1885 ഡിസംബർ 28-നാണ്. 1885 ഡിസംബർ 28-നാണ് കോൺഗ്രസിന്റെ ആദ്യ സമ്മേളനം നടക്കുന്നത്. അന്നത്തെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. സെക്രട്ടറി ആരായിരുന്നു എന്നറിയാമോ? AO ഹ്യൂം ആയിരുന്നു. AO ഹ്യൂം. നോക്കിയേ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി ഏതായിരുന്നു? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി ഏതായിരുന്നു? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ഏതാണ്? ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ്. ബോംബെയിലെ ഗോകുൽദാസ് തേജ്പാൽ സംസ്കൃത കോളേജ് ആയിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആദ്യ സമ്മേളന വേദി. അടുത്ത് നോക്കിയേ, WC ബാനർജി അധ്യക്ഷം വഹിച്ച രണ്ടാമത്തെ സമ്മേളനം ഏതാണ്? ഒന്നാമത്തെ സമ്മേളനം നമുക്കറിയാം 1885 ആദ്യ സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു WC ബാനർജി. അങ്ങനെയാണെങ്കിൽ WC ബാനർജി അധ്യക്ഷം വഹിച്ച രണ്ടാമത്തെ സമ്മേളനം ഏതായിരുന്നു? 1892 അലഹബാദിൽ നടന്ന 8ാമത്തെ സമ്മേളനമാണ്. 1892 അലഹബാദിൽ നടന്ന 8ാമത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? WC ബാനർജി ആയിരുന്നു. 1892 അലഹബാദിൽ നടന്ന 8ാമത്തെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ WC ബാനർജി ആയിരുന്നു. 1886 കൽക്കട്ടയിൽ നടന്ന രണ്ടാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1886 കൽക്കട്ടയിൽ നടന്ന രണ്ടാം സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി. 1886 രണ്ടാമത്തെ സമ്മേളനം നടക്കുന്ന എവിടെയാണ്? കൽക്കട്ടയിലാണ്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ദാദാഭായ് നവറോജി ആയിരുന്നു. ഇനി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളിയാണ് C. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ അധ്യക്ഷനായ ഏക മലയാളി ആരാണ്? C. ശങ്കരൻ നായർ. C അല്ലെങ്കിൽ ചേറ്റൂർ ശങ്കരൻ നായർ. ഇനി ഏത് സമ്മേളനത്തിലാണ് അധ്യക്ഷനായെന്ന് നോക്കാം. C. ശങ്കരൻ നായർ അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനമാണ് 1897 അമരാവതിയിൽ നടന്ന 13ാമത് സമ്മേളനം. 1897 അമരാവതിയിൽ നടന്ന 13ാമത് സമ്മേളനത്തിലാണ് C. ശങ്കരൻ നായർ, മലയാളിയായിട്ടുള്ള C. ശങ്കരൻ നായർ അധ്യക്ഷനായിട്ടുള്ള കോൺഗ്രസ് സമ്മേളനം. ഇനി ഒരു ഇംഗ്ലീഷുകാരൻ അധ്യക്ഷനായ ആദ്യ കോൺഗ്രസ് സമ്മേളനം ഏതായിരുന്നു? 1888 അലഹബാദിൽ നടന്ന 4ാമത് സമ്മേളനം. 1888 അലഹബാദിൽ നടന്ന 4ാമത് സമ്മേളനം ജോർജ് യൂളായിരുന്നു അധ്യക്ഷൻ. അപ്പോൾ 1888 അലഹബാദിൽ നടന്ന സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? ജോർജ് യൂളായിരുന്നു. ഒരു ഇംഗ്ലീഷുകാരനായിട്ടുള്ള ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ആര്? ജോർജ് യൂൾ. അടുത്ത കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷയായ ആദ്യ വനിത ആരായിരുന്നു? ആനി ബെസന്റ് ആണ് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷയായ ആദ്യ വനിത. ഏത് സമ്മേളനം? 1917 കൽക്കട്ട സമ്മേളനം. 1917 കൽക്കട്ട സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? ആനി ബെസന്റ് ആയിരുന്നു. ആദ്യ വനിതാ അധ്യക്ഷയാണ്. ഓക്കെ, കോൺഗ്രസിന്റെ അധ്യക്ഷയാകുന്ന ആദ്യ വിദേശ വനിത എന്ന റെക്കോർഡും ആനി ബെസന്റിനാണ്. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ വനിതകൾ ആരൊക്കെയാണ്? ആനി ബെസന്റ്, സരോജിനി നായിഡു. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ വനിതകളാണ് ആനി ബെസന്റും സരോജിനി നായിഡുവും. കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തിയ ആദ്യ ഏക ഇന്ത്യൻ വനിത എന്ന് പറയുന്നത് സരോജിനി നായിഡു ആണ്. 1925 കാൺപൂരിൽ നടന്ന 40ാം സമ്മേളനത്തിന്റെ അധ്യക്ഷ ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു. 1925 കാൺപൂരിൽ നടന്ന 40ാം സമ്മേളനത്തിന്റെ അധ്യക്ഷ സരോജിനി നായിഡു ആണ്.
കോൺഗ്രസിന്റെ സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തുന്ന ഏക ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സ്വദേശി മുദ്രാവാക്യം ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം ഏതാണ്? സ്വദേശി മുദ്രാവാക്യം ഔപചാരികമായി പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനമാണ് 1905 ബനാറസിൽ നടന്ന 21ാമത് സമ്മേളനം. ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു അധ്യക്ഷൻ. 1905 ബനാറസിൽ നടന്ന 21ാമത് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെയായിരുന്നു. ആ ഒരു സമ്മേളനമാണ് സ്വദേശി മുദ്രാവാക്യം ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സമ്മേളനം. 1905 ബനാറസിൽ നടന്ന 21ാമത് സമ്മേളനത്തിലാണ് സ്വദേശി മുദ്രാവാക്യം ഔപചാരികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ടത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ഗോപാലകൃഷ്ണ ഗോഖലെ ആയിരുന്നു. അടുത്തത് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം ഏതാണ്? വന്ദേ മാതരം ആദ്യമായി ആലപിച്ച സമ്മേളനം 1896 കൽക്കട്ട സമ്മേളനമാണ്. 12ാമത് സമ്മേളനമാണ്. റഹ്മത്തുള്ള എം സയാനി ആയിരുന്നു അധ്യക്ഷൻ. 1896 കൽക്കട്ട സമ്മേളനത്തിലാണ് വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ചത്. അതിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? റഹ്മത്തുള്ള എം സയാനി ആയിരുന്നു അധ്യക്ഷൻ. അടുത്തത് പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനമാണ്. 44ാമത് സമ്മേളനമായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. അപ്പോൾ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനമാണ് 1929 ലാഹോർ സമ്മേളനം. 44ാമത് സമ്മേളനമായിരുന്നു. ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. PSC ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. പൂർണ്ണ സ്വരാജ് എന്ന പ്രമേയം പാസാക്കിയ സമ്മേളനം ലാഹോർ സമ്മേളനം, ജവഹർലാൽ നെഹ്റു അധ്യക്ഷൻ, 44ാമത് സമ്മേളനം. ഇത്രയും പഠിച്ചു വയ്ക്കുക. സർ വില്യം വെൻഡർ ബേൺ അധ്യക്ഷത വഹിച്ച സമ്മേളനം ഏതായിരുന്നു? സർ വില്യം വെൻഡർ ബേൺ അധ്യക്ഷത വഹിച്ച സമ്മേളനമായിരുന്നു 1910 അലഹബാദ് സമ്മേളനം. 25ാമത് സമ്മേളനമായിരുന്നു. 1910 അലഹബാദ് സമ്മേളനത്തിന്റെ അധ്യക്ഷത ആരായിരുന്നു? സർ വില്യം വെൻഡർ ബേൺ ആയിരുന്നു. അടുത്തത് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം ഏതാണ്? ജനഗണമന ആദ്യമായി ആലപിച്ച സമ്മേളനം 1911 കൽക്കട്ട സമ്മേളനം. 1911 കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ബിഷൻ നാരായൺ ധർ ആയിരുന്നു അധ്യക്ഷൻ. ബിഷൻ നാരായൺ ധർ ആയിരുന്നു അധ്യക്ഷൻ. നമ്മൾ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിച്ച സമ്മേളനം പറഞ്ഞു 1896 കൽക്കട്ട സമ്മേളനമായിരുന്നു. 1896 കൽക്കട്ട സമ്മേളനത്തിലായിരുന്നു വന്ദേ മാതരം. അതും കൽക്കട്ട സമ്മേളനമാണ്. ഇത് 1911 കൽക്കട്ട സമ്മേളനത്തിലാണ് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. കോൺഗ്രസിലെ തീവ്രവാദ പക്ഷക്കാരിൽ നിന്നുള്ള പ്രതിനിധികളെ കൂടി ഉൾപ്പെടുത്താനായി കോൺഗ്രസിന്റെ ഭരണഘടനയിൽ ഭേദഗതി വരുത്തിയ സമ്മേളനം ഏതായിരുന്നു? 1915 ബോംബെ സമ്മേളനം. 1915 ബോംബെ സമ്മേളനം. സത്യേന്ദ്ര പ്രസന്ന സിൻഹയായിരുന്നു അധ്യക്ഷൻ. 1915 ബോംബെ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സത്യേന്ദ്ര പ്രസന്ന സിൻഹയായിരുന്നു. 1922 ഗയയിൽ നടന്ന 37ാമത് സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു ചിത്തരഞ്ജൻ ദാസ്. 1922 ഗയയിൽ നടന്ന 37ാമത് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു. ഇദ്ദേഹം പിന്നീട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് മാറി സ്വരാജ് പാർട്ടി രൂപീകരിച്ചു. അപ്പോൾ സ്വരാജ് പാർട്ടി രൂപീകരിച്ച ആളാണ് ചിത്തരഞ്ജൻ ദാസ്. 1922 ഗയയിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ചിത്തരഞ്ജൻ ദാസ് ആയിരുന്നു. അടുത്തത് കോൺഗ്രസിലെ മിതവാദി തീവ്രവാദി പക്ഷക്കാർ തമ്മിൽ ഐക്യമുണ്ടായ സമ്മേളനം ഏതായിരുന്നു എന്നാണ്. കോൺഗ്രസിന്റെ മിതവാദി തീവ്രവാദി പക്ഷക്കാർ തമ്മിൽ ഐക്യമുണ്ടായ സമ്മേളനമാണ് 1916 ലക്നൗ സമ്മേളനം. 1916 ലക്നൗ സമ്മേളനം ആയിരുന്നു മിതവാദി തീവ്രവാദി പക്ഷക്കാർ തമ്മിൽ ഐക്യമുണ്ടായ സമ്മേളനം. അംബിക ചരൺ മജുംദാർ ആയിരുന്നു അതിനകത്ത് അധ്യക്ഷൻ. അംബിക ചരൺ മജുംദാർ ആയിരുന്നു അധ്യക്ഷൻ. അടുത്തത് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനമായിരുന്നു 1920 കൽക്കട്ടയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനം. 1920 കൽക്കട്ടയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനത്തിൽ ഗാന്ധിജി എന്ത് ചെയ്യുന്നു? നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ചു. 1920 ലാലാ ലജ്പത് റായി ആയിരുന്നു അതിനകത്തെ അധ്യക്ഷൻ. 1920 കൽക്കട്ടയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ലാലാ ലജ്പത് റായി ആയിരുന്നു. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാന പ്രമേയം അവതരിപ്പിച്ച സമ്മേളനം ചോദിച്ചാലും 1920 കൽക്കട്ടയിൽ നടന്ന പ്രത്യേക കോൺഗ്രസ് സമ്മേളനമായിരുന്നു. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് രൂപവൽകൃതമായ സമ്മേളനം ഏതാണ്? ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് രൂപവൽകൃതമായ സമ്മേളനമാണ് 1928 കൽക്കട്ടയിൽ നടന്ന 43ാമത് സമ്മേളനം. ഓൾ ഇന്ത്യ യൂത്ത് കോൺഗ്രസ് രൂപവൽകൃതമായ സമ്മേളനം 1928 കൽക്കട്ടയിൽ നടന്ന 43ാമത് സമ്മേളനം. മോത്തിലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1919 അമൃത്സറിൽ നടന്ന 34ാമത് സമ്മേളനത്തിനും അധ്യക്ഷൻ അദ്ദേഹമായിരുന്നു. അപ്പോൾ മോത്തിലാൽ നെഹ്റു 2 പ്രാവശ്യം അധ്യക്ഷനായി. 1928 കൽക്കട്ടയിൽ നടന്ന 43ാമത് സമ്മേളനവും
1919 അമൃത്സറിൽ നടന്ന 34ാമത് സമ്മേളനം. അടുത്തത് സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് 1938 ഹരിപുര സമ്മേളനം, 1939 ത്രിപുരി സമ്മേളനങ്ങൾ. 1938 ഹരിപുര സമ്മേളനത്തിനും 1939 ത്രിപുരി സമ്മേളനത്തിനും അധ്യക്ഷൻ ആരായിരുന്നു? സുഭാഷ് ചന്ദ്ര ബോസ് ആയിരുന്നു. ത്രിപുരി സമ്മേളനത്തിന്റെ അധ്യക്ഷ സ്ഥാനം പിന്നീട് രാജിവെച്ചു. തുടർന്ന് രാജേന്ദ്ര പ്രസാദ് ഇടക്കാല അധ്യക്ഷനായി. അപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് അധ്യക്ഷനായിട്ടുള്ള 2 കോൺഗ്രസ് സമ്മേളനങ്ങളായിരുന്നു 38 ഹരിപുരയും 39 ത്രിപുരി സമ്മേളനവും. ജവഹർലാൽ നെഹ്റു അധ്യക്ഷനായ കോൺഗ്രസ് സമ്മേളനങ്ങളാണ് 1929 ലാഹോർ സമ്മേളനം. നമ്മൾ പൂർണ്ണ സ്വരാജ് പ്രമേയം പാസാക്കിയ സമ്മേളനം 1929 ലാഹോർ സമ്മേളനം. 1936 ലക്നൗ സമ്മേളനം. 1937 ഫൈസ്പൂർ സമ്മേളനങ്ങൾ. അപ്പൊ ഇത്രയും സമ്മേളനങ്ങൾ ജവഹർലാൽ നെഹ്റു ആയിരുന്നു അധ്യക്ഷൻ. 1929 ലാഹോർ സമ്മേളനം, 1936 ലക്നൗ സമ്മേളനം, 1937 ഫൈസ്പൂർ സമ്മേളനങ്ങൾ അധ്യക്ഷൻ ആരായിരുന്നു? ജവഹർലാൽ നെഹ്റു ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്ത സമ്മേളനം ഏതായിരുന്നു? സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്ത സമ്മേളനമാണ് 1927 മദ്രാസ് സമ്മേളനം. 1927 മദ്രാസ് സമ്മേളനത്തിലാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമെടുത്ത സമ്മേളനം. MA അൻസാരി ആയിരുന്നു അധ്യക്ഷൻ. അപ്പോൾ 1927 മദ്രാസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? MA അൻസാരി ആയിരുന്നു അധ്യക്ഷൻ. 1931 കറാച്ചിയിൽ നടന്ന 45ാമത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. 1931 കറാച്ചിയിൽ നടന്ന 45ാമത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു. അടുത്തത് മദൻ മോഹൻ മാളവ്യ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? മദൻ മോഹൻ മാളവ്യ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനമാണ് 1909 ലാഹോർ സമ്മേളനം. മദൻ മോഹൻ മാളവ്യ അധ്യക്ഷത വഹിച്ച കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1909 ലാഹോർ സമ്മേളനം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് നടന്ന അവസാനത്തെ കോൺഗ്രസ് സമ്മേളനമാണ് 1946 മീററ്റിൽ നടന്ന സമ്മേളനം. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപ് നടന്ന അവസാനത്തെ കോൺഗ്രസ് സമ്മേളനം ഏതാണ്? 1946 മീററ്റിൽ നടന്ന സമ്മേളനമാണ്. 1946 മീററ്റിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷനായിരുന്നു JB കൃപലാനി. അപ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്ന സമയത്ത് JB കൃപലാനി ആയിരുന്നു കോൺഗ്രസിന്റെ അധ്യക്ഷൻ. അപ്പോൾ 1946 മീററ്റിൽ നടന്ന സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? JB കൃപലാനി ആയിരുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് സമ്മേളനങ്ങളും അവരുടെ അധ്യക്ഷരുമാണ് നമ്മൾ പഠിച്ചത്. ഇത് വരുന്ന എക്സാമിൽ നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും ഭംഗിയായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.